എനിക്ക് ഓർമ്മ വരുന്ന ഫാദർ ഡൊമിനിക്കിനെയാണ്. ഇൻ ഗോസ്റ്റ് ഹൗസ് നാശത്തിലേക്കാണ് നിങ്ങളുടെ പോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു ബേസും ഇല്ലാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് കയറരുത്. ഉണ്ണികൃഷ്ണൻ പോറ്റി 90 ദിവസത്തിന് അകത്ത് ഉണ്ണികൃഷ്ണൻ ദയവായി ഇടയ്ക്ക് കയറരുത്. ഉണ്ണികൃഷ്ണൻ പോറ്റി 90 ദിവസത്തിനകം ചാർജ് ഷീറ്റ് സമർപ്പിക്കാത്തതിന്റെ പേരിൽ കട്ടളപ്പാളി ശബരിമല കൊള്ളക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ സമയമാണിത്. അപ്പൊ ആ സാഹചര്യത്തിലാണ് ഒരു വനിതയായിട്ടുള്ള ഒരാളെയും കൊന്നിട്ടില്ലാത്ത എന്നോ ക്രിമേറ്റ് ചെയ്ത് കഴിഞ്ഞൊരു ബോഡി എടുത്തിട്ട് ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേസിട്ട് ചാർജ് ഷീറ്റ് കോടതിയിൽ സമർപ്പിച്ച പോലീസാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇവിടെ മെൻസ് കമ്മീഷനും പറഞ്ഞു വരട്ടെ, ഒന്നും മിണ്ടാതിരിക്കും. ഇവിടെ മെൻസ് കമ്മീഷനും വനിതാ കമ്മീഷനും എന്ത് വന്നാലും ഒരു രാജ്യം അതിന്റെ പൗരനെ സിറ്റിസനെ ആ ചിൽഡ്രനായിട്ട് സ്വീകരിക്കാൻ തയ്യാറാകണം. അതല്ലാത്ത പക്ഷം ഒരു തരത്തിലുള്ള നീതിയും സ്ത്രീക്കോ പുരുഷനോ ഇവിടെ ലഭിക്കില്ല. ഇത്രയും ആക്രമണങ്ങൾ നേരിടുന്ന ഒരു വനിതയാണ് ഞാൻ. 1 2 3 4 ഇവിടെ എവിടെയാണ് ഇവിടെ എനിക്ക് എന്തുകൊണ്ട് വനിതാ കമ്മീഷൻ എന്തുകൊണ്ട് വരാൻ വനിതാ കമ്മീഷൻ മറുപടി വേണമെങ്കിൽ പ്ലീസ് സ്റ്റോപ്പ്. മറുപടി വേണമെങ്കിൽ മിണ്ടാതിരിക്കൂ. ഇവിടെ എനിക്ക് വനിതാ കമ്മീഷൻ പോകാൻ തോന്നുന്നില്ല സാർ. വനിതാ കമ്മീഷൻ എന്തുകൊണ്ട് പോകാൻ തോന്നുന്നില്ല? ഈ അറ്റാക്ക് ചെയ്യുന്ന എത്രയും ഇടതുപക്ഷത്തിൻ്റെതാണ്. നിങ്ങളുടെ പ്രശ്നത്തെ നിങ്ങൾ നിയമപരമായല്ലേ നേരിട്ടത്? അതിന് കമ്മീഷനെയല്ലല്ലോ ആശ്രയിച്ചത്. ഇവിടുത്തെ പുരുഷന്മാരുടെ പ്രശ്നം പുരുഷ കമ്മീഷൻ തീർത്തോളം എന്ന് പറയുന്നത് അതല്ല വേണ്ടത്. ഇവിടുത്തെ കോടതികളെല്ലാം എല്ലാ കമ്മീഷനും അവർക്ക് മാത്രമേ പുരുഷനായാലും അതിനു വേണ്ടിയിട്ട് നിലനിൽക്കുന്ന നിയമ സംവിധാനത്തെ അട്ടിമറിക്കാനുള്ള പോലീസ് സംവിധാനം വളരെ വീക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ള തോന്നൽ വരുമ്പോഴാണ്, പോലീസ് രാജ് ഉണ്ടാകുന്നുള്ള തോന്നൽ വരുമ്പോഴാണ് ഒരു കാലത്ത് വനിതാ കമ്മീഷനിലേക്ക് പോയത്. സ്ത്രീകൾക്ക് ജുഡീഷ്യറിയുടെ ഒരു ഡിലേ ഉണ്ടാകുന്നില്ല, പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു നീതി നിഷേധം ഉണ്ടാകുന്നില്ല. ഇമ്മീഡിയറ്റ്ലി ഒരു ചാനൽ വരികയാണ് അവരുടെ ശബ്ദം അഡ്രസ് ചെയ്യുവാൻ. അതിനായിട്ടാണ് വനിതാ കമ്മീഷൻ ഫോം ചെയ്തത്. അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പുരുഷ കമ്മീഷനും പറയുന്നത്. ബിക്കോസ് ദേ ആർ ഗെറ്റിംഗ് ഇൻവിസിബിൾ. Men are getting invisible. വനിതാ കമ്മീഷൻ